$27.25 കിലോയാണ് ഈ ഇൻവെർട്ടറിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് UTLൻ്റെ ലിഥിയം അയൺ സീരീസിലെ LI Mega 1024 എന്ന് പറയുന്നൊരു ഇൻവെർട്ടറാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇതിൻ്റെ അകത്ത് ബിൽറ്റ് ഇൻ ലിഥിയം ഫെർഫോസ്ഫേറ്റ് ബാറ്ററി വരുന്നുണ്ട്. 1.3 കിലോവാട്ടിൻ്റെ 25.6 വോൾട്ട് 54 AH ബാറ്ററിയാണ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പാക്കേജ് അത്യാവശ്യം നല്ല രീതിയിലാണ് ഒരു പാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം, പെട്ടെന്നൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ലെറ്റർ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ലെറ്ററിൻ്റെ അകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മൗണ്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡയമെൻഷനാണ്. അതിൽ ഹോൾസ് എത്ര ഡിസ്റ്റൻസിലാണ് ഹോൾസ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇത് നമുക്ക് വാൾ മൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ആങ്കർ സ്ക്രൂസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് വാൾ മൗണ്ട് ചെയ്യാനായിട്ട്. ഫിഷറും സ്ക്രൂവിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ആങ്കർ സ്ക്രൂ. പിന്നെ ഇതിൻ്റെ പാക്കിങ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ തെർമോകോളല്ല, ഇത് മറ്റേ ഫോമെല്ലാം വെച്ച് നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആങ്കർ സ്ക്രൂസ് വന്നിട്ടില്ല, ഒരു മാനുവൽ വന്നിട്ടുണ്ട്, ഇൻവെർട്ടർ, പിന്നെ അഡീഷണലായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അഡീഷണലായിട്ടുള്ളത് ഒരു ഫ്യൂസ് ഉണ്ട്. ഇത് മിക്കവാറും മറ്റേ 40 ആംപിയർ, അതെ ഇത് 40 ആംപിയറിൻ്റെ ബാറ്ററി ഫ്യൂസാണ്. ഇത് സ്പെയർ ഫ്യൂസാണ്. ഇതിൻ്റെ അകത്ത് ആൾറെഡി ഫ്യൂസ് അവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു മാനുവലിൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് അത്യാവശ്യം മാനുവൽ നോക്കാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ എയർ കോഡ് എന്താണ്, ഇതിൽ വരുന്ന മൾട്ടി കളർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ കോഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നൊക്കെ ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആങ്കർ സ്ക്രൂ വന്നിട്ടില്ല, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. പിന്നെ ഇതിൻ്റെ ബോട്ടം പോർഷനിൽ വേറെ എയർ ഹോൾസ് ഒന്നുമില്ല, സൈഡിൽ എയർ ഹോൾസ് ഉണ്ട്. പിന്നെ AC-യുടെ റീസെറ്റ് സ്വിച്ച് കാണാൻ പറ്റും. തൊട്ട് മുകളിലായിട്ട് 6 ആംപിയറിൻ്റെയും 16 ആംപിയറിൻ്റെയും ഔട്ട്പുട്ട് സോക്കറ്റ് കാണാൻ പറ്റും. നമുക്ക് ഇതിന് ഔട്ട്പുട്ട് എടുക്കാനുള്ള സോക്കറ്റാണിത്. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് 6 ആംപിയറിൻ്റെ 250 വോൾട്ടിൻ്റെ AC കോഡാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു 6 ആംപിയർ സോക്കറ്റിൽ നിന്ന് തന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. മുകളിലായിട്ട് SPV റിവേഴ്സ്, അതായത് സോളാർ പാനലിൻ്റെ റിവേഴ്സ് കണക്ഷൻ ആണെങ്കിൽ കത്തുന്നതും, പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ സോളാർ പാനലിൻ്റെ കണക്ഷനും കാണാൻ പറ്റും. ഇത് നമ്മുടെ DC MCB ആണ്. ബാറ്ററി എന്നുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഇൻബിൽറ്റ് ബാറ്ററി ആയതുകൊണ്ട് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യേണ്ട ഒരു DC MCB കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു കൂളിംഗ് ഫാന് കാണാൻ പറ്റും. ഇതിലൊരു സിംഗിൾ കൂളിംഗ് ഫാനേ ഉള്ളൂ. ബാക്കി പിന്നെ എയർ വെൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ എയർ വെൻസിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു നീല കളർ കാണുന്നത് ബാറ്ററിയുടേതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സിസ്റ്റം ഓണിൻ്റെ ബട്ടണും, പിന്നെ നമ്മുടെ എയർ കോഡ് ഡിസ്ക്രിപ്ഷൻസും, പിന്നെ LCD സ്ക്രീനിൻ്റെ കളർ കോഡുകളും കാണാൻ പറ്റും. ഇതിൽ ഓരോരോ ഇൻഡിക്കേഷൻസാണ് കാണിക്കുന്നത്. നമ്മൾ ബാറ്ററി MCB ഇപ്പോൾ ഓണാക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ആദ്യം ഇനിഷ്യലി ഓണാക്കുമ്പോൾ ചെറിയൊരു ബീപ്പ് സൗണ്ട് കേട്ട് ഇത് ഓണായ ശേഷം സ്ക്രീൻ ഓഫ് ആവും. കാരണം സിസ്റ്റം ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് ഓണാക്കിയാൽ മാത്രമേ അടുത്തിനി അതിൻ്റെ സ്ക്രീനിൽ ലൈറ്റ് വരുള്ളൂ. ഇപ്പം നമുക്കത് ഓണാക്കി നോക്കാം. മെയിൻ ആബ്സെൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഒരു സ്റ്റാൻഡ് ബൈ മോഡാണ്, അതായത് സിസ്റ്റം മോഡല്ല. ഇപ്പോൾ മെയിൻസ് ഉണ്ടെങ്കിൽ അത് ബൈപ്പാസ് ചെയ്യും, മെയിൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്ക്രീനും ഓഫ് ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓണാക്കിയപ്പോഴത്തേക്ക് ഇതിൽ ജസ്റ്റ് മെയിൻസ് ഓഫ് ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ബാറ്ററിയുടെ ആ ഇൻഡിക്കേഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഡിസ്ചാർജിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ SPV ആബ്സെൻ്റ് ആണ്, അതായത് സോളാർ പാനലിനെയാണ് SPV എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ആബ്സെൻ്റ് ആണ്. പിന്നെ ലോഡ് കാണിക്കുന്നുണ്ട്. ഇതിൽ 3 മോഡലുകളാണുള്ളത്, സ്മാർട്ട്, ഹൈബ്രിഡ്, PCU. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കി മെനു ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസ് 2 സൈഡിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ ആ ഇൻഡിക്കേഷൻസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇതിൽ സിംഗിൾ പ്രസ്സിൽ തന്നെ ഓഫ് ആവും. ഓഫായി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിലെ ലൈറ്റ് പോകും, മെയിൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ. മെയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ വേറെ എന്തെങ്കിലും ഇൻഡിക്കേഷൻ കാണിക്കുകയുള്ളൂ. മെയിൻ ഇല്ലാത്ത സ്ഥിതിക്ക് അതിൻ്റെ ആ സ്ക്രീനും ഓഫ് ആവും. പിന്നെ നമ്മളിത് കൂടുതൽ നാളത്തേക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ബാറ്ററി MCBയും ഓഫ് ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മുടെ ആ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ അത് ചാർജിങ് ആണോ ഡിസ്ചാർജിങ് ആണോ. ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ അത് മുകളിലേക്കും, ഡിസ്ചാർജിങ് ആണെങ്കിൽ അത് താഴേക്കുമായിരിക്കും പോണത്. ഇപ്പോൾ മെയിൻസ് ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഡിസ്ചാർജിങ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ സോളാർ പാനലും ഇപ്പോൾ ആബ്സെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 219 വോൾട്ടാണ്. 0% ലോഡാണ് നമ്മളിപ്പം ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ലോഡൊന്നും കൊടുത്തിട്ടില്ല. നമുക്കൊരു ലാസ്റ്റ് ഒരു
ഡ്രില്ലിംഗ് മെഷീൻ കണക്ട് ചെയ്ത് ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ IT മോഡ് എനേബിളും ഡിസേബിളും ചെയ്യാനുള്ള ബട്ടൺ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രിഡ് ചാർജിങ് നമുക്ക് എനേബിളും ഡിസേബിളും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മാനുവൽ ഞാനിതിൽ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ കളർ ഇപ്പോൾ മാറിയത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഞാനിപ്പോൾ മെയിൻസ് ഓൺ ചെയ്തുകൊണ്ടാണ് കളർ മാറിയത്. 238 വോൾട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസിയും കാണിക്കുന്നുണ്ട്. പിന്നെ ഓറഞ്ച് കളറായിരിക്കും മെയിൻസ് കൂടി ഉണ്ടെങ്കിൽ കാണിക്കുന്നത്. പിന്നെ സോളാറിൽ ആണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി ഇതൊരു ഗ്രീൻ കളറായിരിക്കും. പിന്നെ ഇത് നമ്മൾ സ്മാർട്ട് മോഡിലിട്ടാലും ഹൈബ്രിഡിലിട്ടാലും പറഞ്ഞ പോലെ സോളാർ വരുന്ന സമയത്ത് KCB കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഓക്കെ. പിന്നെ മെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ കാണിക്കും. എല്ലാ ഇൻഡിക്കേഷനും ഈ സ്ക്രീനിൽ തന്നെ നന്നായിട്ട് കാണിക്കും. സോളാർ പാനലാണോ, മെയിൻസ് ആണോ, ഇപ്പോൾ ചാർജിങ് എങ്ങനെയാണ്, ബൾക്കാണോ, ബൂസ്റ്റാണോ, എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, പിന്നെ UPS മോഡ് ഓണാണോ ഓഫാണോ, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നൊരു അഡ്വാൻറ്റേജ്, നമുക്കിത് ലിഥിയം ഫെറോസൈറ്റ് ബാറ്ററി ആയതുകൊണ്ട് മറ്റേ ലെഡ് ആസിഡ് ബാറ്ററിയെക്കാട്ടിലും കുറേ കൂടി എഫിഷ്യൻ്റ് ആണ്. ഓക്കെ. ഇതാണ് ഇതിൻ്റെ മാനുവലിനെ ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചതാണ്. ഓക്കെ. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇത് മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് മറ്റതിനെക്കാട്ടിലും വരുന്നത് ഇതിൽ ലിഥിയം ഫെറോസൈറ്റ് ആണ്. മറ്റുള്ള പലതിലും വരുന്നത് ലിഥിയം അയണാണ്. എപ്പോഴും ലിഥിയം ഫെറോസൈറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ അഡീഷണൽ ടെക്നിക്കൽ ഡീറ്റെയിൽസാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് 1000 വാട്ട്സ് വരെ പാനൽ മാക്സിമം കണക്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് മാക്സിമം 850 വാട്ട്സ് ആണ്. കഴിവതും മോണോപ്പർക്ക് ഹാഫ് കട്ട് സെൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ആ പാനലിൻ്റെ പോർഷൻ, അതായത് ആ ഔട്ട്പുട്ട് സോക്കറ്റിൻ്റെ പോർഷൻ ഡയറക്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. ഇതതിൻ്റെ ഫ്രണ്ട് പാനലിൻ്റെ എറർ കോഡ് നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കിയിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. 24 വോൾട്ട്. ഇത് PWM ചാർജ് കൺട്രോളറാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ MPPT ചാർജ് കൺട്രോളറുള്ള വേരിയൻറ്റ് വേറെ ഉണ്ട്. അതിന് കുറച്ചുകൂടെ വില കൂടുതലാണ്. ഇതിൽ നമുക്ക് 850 വാട്ട് മാക്സിമം കപ്പാസിറ്റി പാനൽസ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ആ ഡ്രിൽ മെഷീൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡ്രിൽ മെഷീൻ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ. ഡ്രിൽ മെഷീൻ കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണിക്കുന്നത് 17% ലോഡാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഈ നേട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.